ഒരു മിനിറ്റാണ് ഇനി സ്റ്റോപ്പേജ് ടൈമിൽ ബാക്കിയുള്ളത്. ഹാരി കെയ്ൻ്റെ ഗോൾ വീണ ഉടൻ ബയൺ താരങ്ങൾ പന്തുമെടുത്ത് മൈതാന മധ്യത്തേക്ക് ഓടി. ഒരു റെമോൺടാഡ മണത്ത ആ സമയത്ത് വിൻസെന്റ് കോമ്പനി ഏറെ ആവേശഭരിതനായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ അലൈൻ സരീനിക്ക് മുകളിൽ പ്രതീക്ഷയുടെ ആകാശം തുറന്നു. പക്ഷേ ലൂയിസ് എൻറിക്കെ അതിനെ പൊടുന്നനെ അടച്ചു കളഞ്ഞു. ഗ്യാലറിയെ നിശബ്ദമാക്കി ആ ഫൈനൽ വിസിലെത്തി. കിമ്മിച്ച്, റഫറി, ജാവോ പിനെറോ കരികിലേക്ക് ഓടിയെത്തി ആക്രോശിക്കുന്നത് കാണാമായിരുന്നു. പലപ്പോഴും പിനെറോയുടെ തീരുമാനങ്ങൾ ബയണിനെ ചൊടിപ്പിച്ചു. ടച്ച് ലൈൻ അരികിൽ നിന്ന് അലറി വിളിക്കുന്ന കോമ്പനിയെ മത്സരത്തിൽ ഇടയ്ക്കിടെ കാണാമായിരുന്നു. കഴിഞ്ഞയാഴ്ച പാർക്ക് ഡേ പ്രിൻസസിൽ അരങ്ങേറിയ ആവേശപ്പോരിൽ തോറ്റപ്പോഴും ഏറെ ആത്മവിശ്വാസത്തിലായിരുന്നു കോമ്പനി. അലൈൻ സരീന നടക്കാൻ അയാൾ ആരാധകരോട് ആഹ്വാനം ചെയ്തു. ഗ്യാലറിയിൽ സൂചി കുത്താൻ ഇടമില്ലാതായി. ആ അന്തരീക്ഷം ഒന്നാകെ ബയണിന് വേണ്ടി മാത്രമായി ഒരുങ്ങിയതുപോലെ തോന്നി. അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ വശ്യതയാണ് പാർക്ക് ഡേ പ്രിൻസസിൽ നമ്മൾ കണ്ടതെങ്കിൽ അലൈൻ സരീനിയിൽ അതല്ല സംഭവിച്ചത്. ലൂയിസ് എൻറിക്കെ എന്ന ചാണക്യൻ്റെ ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ്. കഴിഞ്ഞ വർഷം ഇതേ മ്യൂണിക് നഗരത്തിൽ വെച്ചാണ് അയാൾ PSG ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം സമ്മാനിച്ചതെങ്കിൽ അതേ നഗരത്തിൽ വെച്ച് ഒരു ഫൈനൽ ടിക്കറ്റ് കൂടി എടുത്തു നൽകുന്നു. മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ച് അണിനിരന്നിട്ടും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ കനകസിംഹാസനമേറാത്ത PSG സൂപ്പർ താര പരിവേശങ്ങൾ അധികമില്ലാത്തൊരു കളിക്കൂട്ടത്തെയും കൊണ്ട് രണ്ടാം ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് അരികിലാണ്. താങ്ക്സ് ടു എൻറിക്കെ, ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ സീൻസ്. ഇന്നലെ അലൈൻ സരീനയിൽ കളി തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ PSG ഗ്യാലറിയിലെ ആരവങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. എഗെയിൻ എ ക്വറസ്കേലിയ ബ്രില്യൻസ്, ദ ജോർജിയൻ ജീനിയസ്. ഫാബിയൻ റൂയിസിന്റെ പാസ് പിടിച്ചെടുത്ത് ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ ക്വറസ്കേലിയുടെ കുതിപ്പ്. ഉപമെക്കാനോ അയാൾക്ക് പിറകെ പാഞ്ഞു. ബോക്സിനകത്ത് അയാൾ ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഡെംബലയെ കണ്ടെത്തുന്നു. തളികയിൽ പന്തിനെ വച്ച് നൽകുന്നു. ഡെംബലെ ഫസ്റ്റ് ടച്ചിൽ പന്തിനെ വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. 2-ാം മിനിറ്റിൽ തന്നെ ബയണിന്റെ ഡെഡ് ലോക്ക് പൊളിഞ്ഞു. ആദ്യ പാദത്തിൽ ഇരു ടീമുകളും ഡിഫൻസിൽ വരുത്തിയ പിഴവുകൾക്ക് വലിയ വില നൽകേണ്ടി വന്നിരുന്നു. ബയൺ അതിൽ നിന്നും പാഠം പഠിച്ചില്ല എന്ന് തോന്നി. അതേസമയം PSG തങ്ങളുടെ കോട്ടയെ ഇന്നലെ 94-ാം മിനിറ്റ് വരെ ഭദ്രമായി കാത്തു. അതിനവർക്ക് ലഭിച്ച റിവാർഡ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. 2 ഗോളുകളെ പറന്നുള്ളുവെങ്കിലും അലൈൻ സരീനിയിലെ ഓരോ മിനിറ്റും ഉദ്വേഗജനകമായിരുന്നു. ഇരു ടീമുകളും പല കുറി ഗോളിനരികിലെത്തി. പല അവസരങ്ങളും ഇരുകൂട്ടർക്കും തുറന്നു കെട്ടി. ഫസ്റ്റ് ലെഗിൽ അമ്പേ പരാജയമായിരുന്ന മാനുവൽ ന്യൂയർ ഇന്നലെ ഉണർന്നു കളിച്ചു. ഗോളെന്നുറപ്പിച്ച പല PSG മുന്നേറ്റങ്ങളും അയാൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി. ഇക്കുറി ബയൺ മുന്നേറ്റങ്ങളിലെ ഏറ്റവും നിർണായക കണ്ണിയായ ഒലിസയ്ക്ക് മുന്നിൽ എൻറിക്കെ ചെക്ക് വെച്ചു. ഫാബിയാൻ റൂയിസും ന്യൂനോ മെൻഡസും ചേർന്ന് അയാളെ പൂട്ടി. ഫസ്റ്റ് ലെഗിൽ ബയൺ നിരയിലെ ഏറ്റവും അപകടകാരി ഒലിസയായിരുന്നു. ക്വാർട്ടറിൽ റയലിന് ബയൺ വീഴ്ത്തുമ്പോഴും അതുതന്നെയായിരുന്നു കഥ. ഇക്കുറി എൻറിക്കെ അയാൾക്ക് മാത്രമായി തൻ്റെ കരിക്കളെ ഒരുക്കി നിർത്തി. ബയൺ മുന്നേറ്റങ്ങൾക്ക് റിഥം പലപ്പോഴും നഷ്ടമായി. അതേസമയം 2 ഗോളിന് ബയൺ പിറകിലായപ്പോൾ PSG ബസ് പാർക്കിങ്ങിനൊന്നും മുതിർന്നില്ല. ക്വറസ്കേലിയ ഡെംബലെ ഡുവത്രയം ബയൺ ഗോൾ മുഖത്ത് അപകടം വിധിച്ചുകൊണ്ടേയിരുന്നു. 14-ാം മിനിറ്റിൽ ഒലിസെ ഗോളിനരികിൽ വരെയെത്തി. എന്നാൽ ന്യൂനോ മെൻഡസിന്റെ കൃത്യമായ ഇടപെടൽ PSG കാത്തു. അവിടെ നിന്ന് പറഞ്ഞൊരു കൗണ്ടർ അറ്റാക്ക്. തൊട്ടടുത്ത മിനിറ്റിൽ ക്വറസ്കേലിയ ബയൺ ഗോൾ മുഖം വിറപ്പിച്ചു. ജോർജിയൻ താരത്തെ പൂട്ടാൻ ബയൺ താരങ്ങൾ പിടിപ്പത് പണിപ്പെട്ടു. ലെഫ്റ്റ് വിങ്ങിലൂടെ അയാൾ മുന്നേറുമ്പോഴൊക്കെ ഡംബലയും ഗോൾ മുഖത്തേക്ക് പാഞ്ഞെത്തിക്കൊണ്ടിരുന്നു. അവസരങ്ങൾക്കായി അയാൾ തക്കം പാർത്തിരുന്നു. ലൂയിസ് ഡിയാസും ഹാരി കെയ്നും ഒലിസയും PSG ഗോൾ മുഖത്ത് വഴികൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. 26-ാം മിനിറ്റിൽ ഒലിസയുടെ ഒരു ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുമി കടന്നുപോയി. അതിനിടെയാണ് 28-ാം മിനിറ്റിൽ ഏറെ വിവാദമായ ന്യൂനോ മെൻഡസിന്റെ ഹാൻഡ്ബോൾ. ബയൺ താരങ്ങൾ ഒന്നടങ്കം റഫറിക്കരികിൽ ഓടിക്കൂടി. എന്നാൽ അത് ഇന്റൻഷനലി അല്ല നിലപാടിലായിരുന്നു റഫറി. മെൻഡിസിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. വിൻസെന്റ് കോമ്പനി തലയിൽ കൈവച്ചു. 30-ാം മിനിറ്റിൽ ബോക്സിനകത്ത് വെച്ച് വിറ്റീഞ്ഞ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചൊരു പന്ത് ജോൺ നെവസിന്റെ കയ്യിൽ കൊള്ളുന്നു. പെനാൽറ്റിക്കായി ബയൺ താരങ്ങൾ അലറി വിളിച്ചു. എന്നാൽ റഫറി അതും അനുവദിച്ചില്ല. നിയമപ്രകാരം സഹതാരം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന പന്ത് കയ്യിൽ കൊണ്ടാൽ പെനാൽറ്റി അനുവദിക്കാനാകില്ലെന്നാണ്. 32-ാം മിനിറ്റിൽ ലഭിച്ചൊരു ഫ്രീ കിക്കിൽ നിന്ന് PSG മുന്നിൽ ഒരു സുവർണാവസരം തുറന്നു കിട്ടിയതാണ്. വിറ്റീഞ്ഞ ഗോൾ മുഖത്തേക്ക് തൂക്കിയിറക്കിയ പന്തിനെ നേവസ് തലകൊണ്ട് ഗോളിലേക്ക് കുത്തിക്കിടന്നു. എന്നാൽ ന്യൂയർ അത്ഭുതകരമായി അതിനെ തട്ടിയകറ്റി. പോസ്റ്റിനരികിലേക്ക് ഓടിയെത്തിയ ക്വറസ്കേലിയയ്ക്കും അതിനെ കണക്ട് ചെയ്യാനായില്ല. 43-ാം മിനിറ്റിൽ മുസിയാലിയുടെ ഒരു ഗോൾ ശ്രമം സഫനോവിന് മുന്നിൽ അവസാനിക്കുന്നു. 2-ാം പകുതിയിലെ ഭൂരിപക്ഷ സമയത്തും ബയണിന് ലക്ഷ്യം കാണാനായില്ല. അതേസമയം PSG ബയൺ ഗോൾ മുഖത്ത് അപകടം വിധിച്ചുകൊണ്ടേയിരുന്നു. ഡുവയും ക്വറസ്കേലിയും 2-ാം പകുതിയിൽ കുറച്ചുകൂടി അപകടകാരികളായി തോന്നി. ലൂയിസ് ഡിയാസിലായിരുന്നു ബയൺ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ. എന്നാൽ PSG ബാക്ക് ലൈനെ മറികടക്കാൻ അയാൾക്ക് പലപ്പോഴും ആയില്ല. ഫൈനൽ തേർഡിൽ ഹാരി കെയ്നും അധികം ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാനായില്ല. ഫസ്റ്റ് ഹാഫിൽ ഒറ്റത്തവണയാണ് അയാൾ പെനാൽറ്റി ബോക്സിൽ വെച്ച് പന്ത് ടച്ച് ചെയ്തത്.
94 മിനിറ്റിലാണ് ബയേണിന്റെ മറുപടി എത്തിയത്. അൽഫോൺസോ ഡേവിസിന്റെ അസിസ്റ്റിലാണ് കെയ്ൻ വല കുടുക്കിയത്. എന്നാൽ അയാൾ ഏറെ വൈകിയിരുന്നു. സീസണിൽ റെഡ് ഹോട്ട് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബയേണിന്റെ ഈ വീഴ്ച ആരാധകരെ തെല്ലൊന്നുമല്ല നിരാശപ്പെടുത്തുന്നത്. മറുവശത്ത് PSG ലീഗ് ഫേസിൽ അത്ര മികച്ച രീതിയിലൊന്നുമല്ല ഫിനിഷ് ചെയ്തത് എന്ന് കൂടി ഓർക്കണം. ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് മാറിയതിനു ശേഷം കഴിഞ്ഞ സീസണിൽ PSG ലീഗ് ഘട്ടത്തിൽ ഫിനിഷ് ചെയ്തത് 15ാമതായാണ്. എന്നിട്ട് അവർ കിരീടമണിഞ്ഞു. ഇക്കുറി ഫിനിഷ് ചെയ്തത് 11ാം സ്ഥാനത്താണ്. ഇപ്പോഴിതാ ഫൈനലിൽ കടന്നിരിക്കുന്നു. വില്യൻ പാച്ചവേ ആയിരുന്നു ഇന്നലെ കളിയിലെ താരം. അതിലുണ്ട് എല്ലാം. അപ്പോൾ മെയ് 30 ബുഡാപെസ്റ്റിൽ കാണാം. അർട്ടേറ്റയുടെ ഗണ്ണേഴ്സ് ലൂയിസ് എൻറിക്കെയും കാത്തിരിപ്പുണ്ടാകും അവിടെ. നിലവിലെ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ PSG-ക്കാണ് ഒരല്പം മേൽക്കൈ. അതേസമയം ആഴ്സണലിനെ ഒരിക്കലും എഴുതിത്തള്ളാനുമാകില്ല. ചാമ്പ്യൻസ് ലീഗ് നേടിയെത്തിയ PSG-യെ ക്ലബ് ലോകകപ്പ് ഫൈനലിൽ ഒരു സാധ്യതയും കൽപ്പിക്കപ്പെടാതിരുന്ന ചെൽസി വീഴ്ത്തിയ കഥ എൻറിക്കെ മറന്നു പോകാതിരിക്കട്ടെ.